ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഒരു യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ സമ്മർ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിൽ ഡേ 21 ആണ് കേട്ടോ. കഴിഞ്ഞ ദിവസം നമ്മൾ ഹെന്നയൊക്കെ ചെയ്തത് കൊണ്ട് തന്നെ നമ്മുടെ മുടി കുറച്ച് ഡ്രൈ ആയിട്ടാവും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു ഡ്രൈനെസ് ഒക്കെ നന്നായിട്ട് മാറാൻ വേണ്ടിയിട്ട് ഇന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് ഓയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഭൃംഗരാജിൻ്റെ താളിയാണ് കേട്ടോ കാണാനായിട്ട് പോകുന്നത്. നമ്മുടെ മുടി നല്ല കരുത്തോടും ആരോഗ്യത്തോടും വളരാൻ വേണ്ടിയിട്ട് ഈ ഒരു താളി മാത്രം മതി. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അതിന് മുൻപായിട്ട് ചാനൽ ആരെയും ആദ്യമായിട്ട് കാണുന്ന ഈ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓയിൽ തേച്ച് കൊടുക്കുന്നതിന് മുൻപായിട്ട് ആദ്യം തന്നെ നമുക്ക് നമ്മുടെ മുടിയിൽ ജടയൊക്കെ നന്നായിട്ട് കളയാം കേട്ടോ. അപ്പോൾ ഓൾറെഡി നൈറ്റ് കെയർ ഒക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടിയിൽ അധികം ജടയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവില്ല. അതുപോലെ തന്നെ മുടി ജട കളയുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ്, നല്ല പല്ലകലുള്ള ചീർപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ കുറേ അധികം നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനായിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ മുടിയിൽ ജടയൊക്കെ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം നമുക്ക് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് അത് നമുക്ക് ഇവിടെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഈ ഒരു കാച്ചെണ്ണയാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് മാത്രമേ നമ്മൾ ഇന്ന് ഓയിൽ തേച്ച് കൊടുക്കുന്നുള്ളൂ. നന്നായിട്ട് ഡീപ്പായിട്ട് നമ്മുടെ സ്കാൽപ്പിൽ അതേപോലെ തന്നെ മുടിയുടെ ലെങ്ത്തിൽ ഒന്നും തേച്ച് കൊടുക്കുന്നില്ല. കുറച്ച് ഓയിൽ ഇതേപോലെ കയ്യിലെടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കയ്യിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ സ്കാൽപ്പിൽ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പം അധികം നമുക്ക് ആവശ്യമില്ല, കുറച്ച് മാത്രം എടുത്താൽ മതി. നന്നായിട്ടൊന്നും മസാജ് ചെയ്ത് കൊടുക്കണം. സ്കാൽപ്പിൽ എല്ലാ സ്ഥലത്തും ഈ ഒരു ഓയിൽ എത്താനായിട്ട് ശ്രദ്ധിക്കണം. സ്കാൽപ്പിൽ എല്ലാ സ്ഥലത്തും ഈ ഒരു ഓയിൽ തേച്ച് കൊടുത്തതിന് ശേഷം നമുക്കിനി കുറച്ച് ഓയിൽ നമ്മുടെ മുടിയുടെ ലെങ്ത്തിലും അതേപോലെ തന്നെ മുടിയുടെ അറ്റത്തായിട്ട് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. ഇത് നമ്മുടെ മുടി പൊട്ടിപ്പോകുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതേപോലെ സ്പ്ലിറ്റ് എൻഡ്സ് നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കും. എല്ലായിടത്തും തേച്ച് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് നേരമെങ്കിലും ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. എന്നിട്ട് നമ്മുടെ മുടിയൊന്ന് നമുക്ക് കെട്ടി വെച്ച് കൊടുക്കാം. ഒരു 20 മിനിറ്റ് നേരമെങ്കിലും ഒന്ന് കെട്ടി വെക്കാം കേട്ടോ. ആ നേരം കൊണ്ട് എങ്ങനെയാണ് നമുക്ക് ഭൃംഗരാജിൻ്റെ താളി തയ്യാറാക്കാം എന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഭൃംഗരാജ് അഥവാ കയ്യോന്നി എന്നൊക്കെ പറയും കേട്ടോ. ഇത് നമുക്ക് കിട്ടുന്നതിന് അനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. ഇത് നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്, മുടി നല്ല ആരോഗ്യത്തോടും കരുത്തോടു കൂടി വളരാൻ വേണ്ടിയിട്ട്, മുടി കൊഴിച്ചിലൊക്കെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കും. നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചെമ്പരത്തിപ്പൂവും അതേപോലെ തന്നെ ചെമ്പരത്തിയുടെ ഇലയാണ്. ഇനി നമുക്ക് അവസാനമായിട്ട് വേണ്ടത് കറ്റാർവാഴയാണ്. ഇതേപോലത്തെ ചെറിയൊരു പീസ് മാത്രം മതി കേട്ടോ. ഇനി അതിൻ്റെ ജെല്ല് നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ഇതേപോലെ മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് നമുക്ക് നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഭൃംഗരാജും അതേപോലെ തന്നെ ചെമ്പരത്തിയും ചെമ്പരത്തിയുടെ ഇലയും അലോവേരയുടെ ജെല്ലും ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. വെള്ളത്തിന് പകരമായിട്ട് നിങ്ങൾക്ക് കഞ്ഞിവെള്ളം ഉണ്ടെങ്കിൽ അതും വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പം നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കുക. ഇതിൽ ചേർത്തുള്ള ചെമ്പരത്തി പൂവും അതേപോലെ തന്നെ ചെമ്പരത്തിയുടെ ഇലയും നമ്മുടെ മുടിയുടെ ടെക്സ്ചറൊക്കെ നന്നായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട്, ഡ്രൈ ഹെയർ ഒക്കെ ആണെങ്കിൽ അത് നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ നമ്മുടെ മുടി നല്ല സ്മൂത്തായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇനി കറ്റാർവാഴയായാലും നമ്മുടെ ഹെയറിൻ്റെ ടെക്സ്ചർ മാറ്റാൻ വേണ്ടിയിട്ട്, മുടി കൊഴിച്ചിലൊക്കെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. ഇതേ രീതിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം ഒരു തുണി ഉപയോഗിച്ചിട്ടും അരിച്ചെടുക്കുക കേട്ടോ. അരിച്ചെടുത്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക ഏതൊരു പാക്കായാലും. ഇനി ഈ ഒരു പാക്ക് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സ്കാൽപ്പിലും മുടിയുടെ ലെങ്ത്തിലും ഒക്കെ അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം. നേരത്തെ തേച്ച് കൊടുത്ത ആ എണ്ണ നമ്മുടെ സ്കാൽപ്പിലും മുടിയിലൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ഇനി ഈ ഒരു താളി നമ്മുടെ സ്കാൽപ്പ് ഇതേപോലെ ഒരു സെക്ഷൻ ആക്കിയിട്ട് എടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയാൻ വേണ്ടിയിട്ട്, മുടി നല്ല ആരോഗ്യത്തോടും കരുത്തോടും കൂടി വളരാൻ വേണ്ടിയിട്ട്, ഓരോ മുടികൾക്കും നന്നായി തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടും, നമ്മുടെ ഹെയറിൻ്റെ ഒക്കെ ടെക്സ്ചർ നന്നായിട്ട് മാറാൻ വേണ്ടിയിട്ട്, സ്പ്ലിറ്റ് എൻഡ്സ് ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്ന നല്ല ബെസ്റ്റ് ആയിട്ടുള്ളൊരു താളിയാണിത്. നമുക്കതൊരു നല്ല പാക്കായിട്ട് ഉപയോഗിക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ നമ്മുടെ മുടിക്ക് മാറ്റം കിട്ടുന്ന രീതിയിലുള്ളൊരു പാക്കാണിത്. നന്നായിട്ട് തന്നെ നമ്മുടെ സ്കാൽപ്പിലും അതേപോലെ തന്നെ മുടിയുടെ ലെങ്ത്തിലൊക്കെ തേച്ച് കൊടുക്കാം കേട്ടോ. ഇത് പാക്കായിട്ടാണ് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആഴ്ചയിൽ 3 തവണ വെച്ചിട്ട് ഉപയോഗിക്കാം. അല്ല താളിയായിട്ട് ഉപയോഗിക്കും നിങ്ങൾ എപ്പോഴൊക്കെയാണ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് എണ്ണ തേച്ച് കൊടുക്കുന്ന ദിവസം ഉണ്ടെങ്കിൽ ഈ ഒരു താളി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. നന്നായിട്ട് നമ്മുടെ മുടിക്ക് കറുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും സഹായിക്കുന്ന ഒന്നാണത്. ഇനി ഇത് തേച്ചിട്ട് ഒരു 20 മിനിറ്റ് നേരമെങ്കിലും വെക്കാം. അതിനുശേഷം നമുക്ക് സാധാരണ വെള്ളത്തിൽ കഴുകി കളയാവുന്നതാണ്. നല്ല ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്ന ഒരു താളിയാണിത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഹെയർ വാഷ് ചെയ്തതിന് ശേഷം കാണാം കേട്ടോ. ഇതാണ് കേട്ടോ കഴുകിയതിന് ശേഷമുള്ള റിസൾട്ട്. നന്നായിട്ട് തന്നെ നമ്മുടെ മുടിയിലെ ഡ്രൈനെസ് ഒക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ മുടി ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാക്ക് നിങ്ങൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു താളിയാണിത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന്
സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഇത് യൂസ് ചെയ്തതിൻ്റെ ഫീഡ്ബാക്കിൻ്റെ താഴെയായിട്ടൊന്ന് കമൻറ്റും കൂടി ചെയ്യുക. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.